അവനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ ജീവിത അവസാനം വരെ തുണയായിട്ട് ഒരു കുട്ടി വേണ്ടേ? കുഞ്ഞുങ്ങളെയും കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കാൻ ഒരാള് വേണ്ടേ? കുട്ടികൾക്ക് വേണ്ടിയല്ലേ കെയർ ടേക്കർ നിർത്തിയിരിക്കുന്നത്? ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവരുടെ കാര്യമല്ല, ജീവിത അവസാനം വരെ കൂടെ തുണയായിട്ടൊരാള് വേണ്ടേ? കുഞ്ഞുങ്ങൾക്കും മഹേന്ദ്രനും ഒരു തുണ വേണം, ഇല്ലെങ്കിൽ അവർക്ക് ജീവിക്കാനാവില്ല. അപ്പൊ വീണ്ടും അരുന്ധതിയെ പോലൊരു മരുമകൾ വേണമല്ലേ? പക്ഷേ മഹേന്ദ്രൻ വീണ്ടും ഒരു വിവാഹത്തിന് സമ്മതിക്കൂ? നമുക്കെല്ലാവർക്കും കൂടി സമ്മതിപ്പിക്കാം. ശരി, നോക്കാം. എങ്ങനെ ഉണ്ടായിരുന്ന നാമായിരുന്നു ഇപ്പോൾ ഇങ്ങനെ ആയത്. യമലോകവാസികൾ നമ്മെ കണ്ടാൽ ഭയന്ന് വിറച്ച് ഓടിപ്പോകുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പോൾ മനുഷ്യർ കാണിക്കുന്ന പ്രവൃത്തികൾ കണ്ട് നാമാണ് ഭയന്ന് വിറയ്ക്കുന്നത്. എന്തൊക്കെയാണ് പ്രഭോ ഈ ലീലകൾ? മകൾ വരുന്നുണ്ടല്ലോ. അവൾ വളരെ ദുഃഖത്തിലാണെന്നാണ് നമുക്ക് തോന്നുന്നത്. മകളെ, ഞാൻ ഒരുപാട് വിഷമത്തില്ല ഗുപ്ത, പൊയ്ക്കോ. എന്താണ് മകളുടെ വിഷമം? ഗുപ്ത പ്ലീസ്, ഞാൻ വിഷമത്തില്ല. ദയവ് ചെയ്ത് ഇവിടുന്ന് പോയി നിങ്ങൾ തോട്ടം ജോലികളൊക്കെ ചെയ്യൂ. തോട്ടക്കാരന്റെ ജോലി നമുക്ക് വളരെ ഇഷ്ടമാണല്ലോ. നമ്മുടെ ലോകത്ത് വേറെ ഒരു ജോലിയും കിട്ടാനില്ല. അതുകൊണ്ടല്ലേ നാം ഇവിടെ വന്ന് ഈ ജോലി ചെയ്യുന്നത്. ചെടികൾക്ക് വളമിട്ട് കൊടുക്കുന്നതും ചെടി നനയ്ക്കുന്നതും ഒക്കെ ആഹാ, നമുക്ക് വളരെ സന്തോഷമാണല്ലോ. നമ്മുടെ വിധി, നമ്മുടെ യമപുരി വാസികൾക്ക് ഇതുപോലൊരു കഷ്ടം ഉണ്ടാകരുത്. അയ്യോ, കുറച്ചു നേരം ഒന്നും മിണ്ടാതിരിക്കുക ഗുപ്ത. ഞാൻ വിഷമത്തിലാണെന്ന് പറഞ്ഞില്ലേ? അതല്ലേ നാം മുൻപേ പറഞ്ഞത്. ഇവിടെ നിൽക്കേണ്ട മകളെ, നമുക്ക് നമ്മുടെ യമലോകത്തേക്ക് പോകാമെന്ന്. അനുസരിച്ചോ? ഇല്ലല്ലോ. ഇവിടെ നിന്നാൽ കഷ്ടങ്ങളും വിഷമങ്ങളും ഉണ്ടാകും. അതിനു മുൻപേ പോകാമെന്ന് നാം പറഞ്ഞിരുന്നില്ലേ? ഇനിയിപ്പോൾ നാം എന്തു ചെയ്യും? ആ സന്ദർഭം മുതലെടുത്ത ആരോ നമ്മുടെ മോതിരവും അപഹരിച്ചു കൊണ്ടുപോയത്. ഞാൻ ഇവിടെ വിഷമിച്ചിരിക്കുമ്പോ നിങ്ങൾ മോതിരത്തെ പറ്റിയാണ് പറയുന്നത്. അവരവരുടെ വിഷമങ്ങൾ അവരവർക്കല്ലേ അറിയൂ. നീ വിഷമിക്കേണ്ട മകളെ. എന്താണെങ്കിലും നമ്മോട് പറയൂ. ഒന്നുമില്ല. നിന്നോട് സംസാരിക്കാനും നിന്റെ വിഷമങ്ങൾ പറയാനും നാമും മിസ്സമ്മയും അല്ലാതെ മറ്റാരും തന്നെ ഇല്ല. പറയൂ മകളെ. വലിയൊരു പ്രശ്നം കഴിഞ്ഞിട്ട് 2 ദിവസം പോലും ആയില്ല. അതിനിടയ്ക്ക് ഇതാ അടുത്ത പ്രശ്നം. എന്താണ് പ്രശ്നം? ആർക്കാണ് പ്രശ്നം ഉണ്ടായിരിക്കുന്നത്? അല്ല, ഈ സമയത്ത് ഇങ്ങനെയൊക്കെ ആലോചിക്കേണ്ട ആവശ്യമുണ്ടോ? ആരാണ് ആലോചിക്കുന്നത്? എന്തിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്? അല്ല, അദ്ദേഹം ഇതിനെ കുറിച്ച് ഒന്നും ആലോചിക്കാത്തപ്പോ എന്തിനാ ഇവരെ ആലോചിക്കുന്ന എനിക്ക് മനസ്സിലാവാത്തെ. ആരാണ് ആലോചിക്കുന്നത്? ആരാണ് ഇതിനു വേണ്ടി ധൃതി പിടിക്കുന്നത്? ശരി, വിഷമിച്ചിരിക്കുന്നുണ്ട്. ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. അത്ര സ്നേഹമുള്ളപ്പോ കുറച്ചെങ്കിലും വിഷമില്ലാതിരിക്കോ എന്ന് കരുതി ഇങ്ങനെയൊക്കെ തീരുമാനങ്ങൾ എടുക്കണോ? മകളെ, നമ്മോട് പറയുന്നെങ്കിൽ വിശദമായി പറയൂ, അല്ലെങ്കിൽ സമാധാനമായിരിക്കൂ. തുടക്കത്തിലെ കാര്യം എന്താണെന്ന് പറയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി വെറുതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ശരി ശരി, കരയാതിരിക്കു. അങ്ങോട്ടിരിക്കും, പറഞ്ഞു തരാം. ഇനി പറയൂ. അമ്മാവനും അമ്മായിയും ചേർന്ന് അദ്ദേഹത്തിന് വീണ്ടും കല്യാണം കഴിപ്പിക്കാൻ നോക്കുക. അതെ,
നിന്റെ ഭർത്താവിന് വീണ്ടും കല്യാണ യോഗം വന്നിരിക്കുന്നു. ഓഹോ, എന്ന് വെച്ചാ നിങ്ങൾക്ക് ഇതിനു മുൻപേ അറിയായിരുന്നു അല്ലേ? അതെ, ഈ കാര്യം നിന്റെ വീട്ടിലുള്ള ആൾക്കാരോട് ഇവിടെ വന്ന പൂജാരി അന്നേ പറഞ്ഞിരുന്നതാണ്. അയാൾക്ക് വേറെ പണിയുണ്ടോ? എന്ത് വേണമെങ്കിലും പറയും. പക്ഷേ ഏട്ടൻ ഇത്ര പെട്ടെന്നൊന്നും ആരും കല്യാണം കഴിക്കില്ല. എന്താ? ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചാൽ? എന്നെ അല്ലാതെ ഏട്ടന് വേറെ ആരും ഇഷ്ടപ്പെടില്ല. ഒരുപക്ഷെ അങ്ങനെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാലോ? അതിങ്ങനെ നീട്ട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഇനിയെങ്ങാനും മഹേശ്വരി വിവാഹം കഴിക്കോ ഗുപ്ത? അത് നമുക്കറിയില്ല. അത് നാം നിന്നോട് പറയണമെങ്കിൽ ഒരു നിബന്ധനയുണ്ട്. എന്തോ അത്? നമ്മുടെ മോതിരം നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നാം നിന്നോട് പറയുന്നതായിരിക്കും. എന്താ ഇത്? ഇപ്പൊ നോക്കിയാലും മോതിരത്തെ പറ്റി എന്നോട് ചോദിക്കുന്ന എന്തിനാ? എനിക്കിങ്ങനെ അറിയാനാ? അന്നാ നദിയുടെ അവിടെ വെച്ച് കളഞ്ഞു പോയി കാണുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? നമ്മുടെ മോതിരം നമ്മുടെ സമീപത്ത് എവിടെയോ തന്നെ ഉണ്ടെന്ന് നമ്മുടെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, കണ്ടുപിടിച്ചു കാണൂ. അത് നീയാണോ എടുത്തതെന്ന് നമുക്കറിയണം. പക്ഷെ അത് എവിടെയുണ്ടെന്നോ ഏതവസ്ഥയിലാണെന്നോ നമുക്കറിയില്ലല്ലോ. ആദ്യം നിങ്ങളുടെ ഈ മൈൻഡ് വോയിസ് നിർത്തിയിട്ട് വേഗം ചെന്ന് ആ നദിയുടെ അടുത്തേക്ക് പോയി അന്വേഷിച്ചാലും. നാം നദിയുടെ സമീപം പോയാൽ നിന്റെ ഭർത്താവ് ആരെ കല്യാണം കഴിക്കുമെന്ന് നിനക്കെങ്ങനെ അറിയാൻ കഴിയും? നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും എന്നോടത് പറയാനൊന്നും പോകുന്നില്ലല്ലോ. എന്തുകൊണ്ട് പറയില്ല? എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ മോതിരം ഇല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ പവേഴ്സ് എല്ലാം പോയല്ലോ. എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വെച്ചുകൊണ്ടാ നീ നമ്മുടെ മോതിരം കൈവശമാക്കി വെച്ചിരിക്കുന്നത്. ഗുപ്ത എങ്ങോട്ട് പോവാ? നാം നമ്മുടെ ജോലി ചെയ്യാൻ പോകുന്നു. ആ തടിയൻ രാഘവൻ വന്ന് നമ്മെ കണ്ടാലുണ്ടല്ലോ, നമ്മുടെ മേൽ ചാടി വീഴും. നമ്മുടെ മോതിരവും തരാതെ ഓരോരോ കഥകൾ പറയുന്നു. മകളെ, ഒരു കാര്യം നിന്നോട് പറയാൻ നാം മറന്നുപോയി. പറയൂ മിസ്റ്റർ ഗുപ്ത. ആ മഹേശ്വരി ആരാണെന്ന് നീ ശരിക്കും അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നാം ഇവിടെ വരുന്നതിന് മുൻപായി നീ ആ പെണ്ണിനെ ഈ വീട്ടിൽ നിന്നും പറഞ്ഞയക്കുമെന്നാണ് നാം കരുതിയത്. പക്ഷെ ആ പെണ്ണ് ഇപ്പോഴും ഈ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. അവൾ അഭിനയിച്ചു കഴിയുകയാണെന്ന് ഈ വീട്ടിലുള്ള ആരും തന്നെ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ നിനക്ക്, നമുക്ക്, ആ മിസ്സമ്മയ്ക്ക് അറിയാവുന്നതല്ലേ? പിന്നെയും എന്തുകൊണ്ടാണ് അവളെ ഈ വീട്ടിൽ തന്നെ നിർത്തിയിരിക്കുന്നത്? നാം നിന്നോടാണ് ചോദിക്കുന്നത് മകളെ. എന്തു പറ്റി നിനക്ക്? എന്ത് ചെയ്യാനാ മിസ്റ്റർ ഗുപ്ത? അത് നമ്മോട് ചോദിച്ചാൽ എങ്ങനെയാ മകളെ? എന്താണ് ചെയ്യേണ്ടതെന്ന് നിനക്കറിയില്ലേ? പറയൂ മകളെ. മഹേശ്വരി എന്റെ കൂട്ടുകാരി ഗുപ്ത. മഹേശ്വരി, ഈ വീട്ടിൽ നിന്ന് പറഞ്ഞേക്കാൻ എനിക്ക് പറ്റില്ല. പിന്നെ തെറ്റ് എന്റെ ഭാഗത്തുണ്ട്. നീ എന്താണ് പറയുന്നത് മകളെ? തെറ്റ് നിന്റെ ഭാഗത്താണെന്നോ? എങ്ങനെ? ഒന്ന്, അദ്ദേഹത്തിന് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ ഞാൻ അതിന് സമ്മതിക്കാൻ പാടില്ലായിരുന്നു ഗുപ്ത. എന്നാലും ഞാൻ ഒരുപാട് തവണ മഹേശ്വരോട് ചോദിച്ചതാ, നിനക്ക് ഓക്കെ ആണോ? നീ സമ്മതിച്ച എനിക്ക് സമ്മതോ, ഇല്ലെങ്കിൽ എനിക്ക് കല്യാണം വേണ്ടെന്ന് പറഞ്ഞതാ. അവളപ്പോ ചിരിച്ചോണ്ട് എന്നോട് ഓക്കെ പറഞ്ഞതാ. മഹേശ്വരി നോ പറഞ്ഞാ സമ്മതിക്കണ്ടെന്ന് കരുതി. പക്ഷെ ഇത് എന്റെ തെറ്റാ. ഞാൻ ഇത്രയും നാളും അവളുടെ വിഷമം കാണാതിരുന്നത് എന്റെ തെറ്റാ. മഹേശ്വരി ഇങ്ങനെയൊക്കെ മാറിയത് പോലും ഞാൻ കാരണോ? ഇതെല്ലാം എന്റെ തെറ്റാ ഗുപ്ത. അതെ,
നീ നല്ല മനസ്സോടു കൂടിയാണ് ചിന്തിക്കുന്നത്. തെറ്റ് മുഴുവനും അവൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും തെറ്റുകളെല്ലാം നീ സ്വയം ഏറ്റെടുത്തിപ്പോൾ പോലും അവളെ നല്ലവളായി മാത്രം കാണാൻ നീ സദാ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണോ മിസ്റ്റർ ഗുപ്ത? ഇത്ര പെട്ടെന്ന് ഇവിടുന്ന് പോവാൻ പറഞ്ഞ മഹേശ്വരി എവിടേക്കാ പോവാ? ആരാ ഉള്ളത് അവൾക്ക്? അവളും എന്നെ പോലെ ഒരു അനാഥയല്ലേ? പക്ഷെ 100 കോടി ജനങ്ങളുണ്ടെങ്കിലും മഹേശ്വരി നോക്കാനായിട്ട് ഒരാളെ പോലും ഇല്ലാത്തപ്പോ അവളെ എങ്ങനെയാ പുറത്താക്കുക? ആ ഒരവസ്ഥ എനിക്കല്ലാതെ വേറെ ആർക്കും അറിയില്ല ഗുപ്ത, അറിയില്ല. അതുകൊണ്ടാ മഹേശ്വരിയുടെ ഈ ഒരു ചെറിയ സന്തോഷത്തെ നശിപ്പിക്കാൻ തോന്നാത്തത്. മനുഷ്യര് തെറ്റ് ചെയ്യുന്നത് മനഃപൂർവ്വമല്ല ഗുപ്ത, സാഹചര്യം കാരണം അവർ ചെയ്തു പോകുന്നതായിരിക്കും ഗുപ്ത. അവളെക്കുറിച്ച് എല്ലാം മനസ്സിലാക്കിയ നീ തന്നെ ഇപ്പോഴും അവളെ ഈ കുടുംബത്തിലെ ഒരു അംഗമായി കാണുകയാണോ മകളെ? പക്ഷെ മഹേശ്വരി എന്നും ഇങ്ങനെ ആയിരിക്കണമെന്നുണ്ടോ? നിങ്ങൾ വീണ്ടും അവളെ വില്ലത്തെ ആക്കിക്കൊണ്ടിരിക്കുക. എന്തോ എന്നോടുള്ള ദേഷ്യം കാരണം ഏട്ടനെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് വാശി കാണിച്ചിരിക്കുക. പക്ഷെ ഞാനെന്ത് പറഞ്ഞ മഹേശ്വരിക്ക് എന്ത് ഇഷ്ടമാണെന്ന് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാ? എനിക്ക് വിശ്വാസമുണ്ട് മഹേശ്വരി ഉറപ്പായി മാറുന്നു. കുറച്ചുനാള് ക്ഷമയോടെ ഇരുന്നാ മാത്രം മതി. മകളെ, നിന്നെ പോലൊരു സ്നേഹിതയെ കിട്ടാൻ അവൾ ഭാഗ്യം ചെയ്തിരിക്കണം. വിഷം തുപ്പുന്ന ഇതുപോലെയുള്ള ഒരു സ്നേഹിതയെ കിട്ടിയത് നിന്റെ ഭാഗ്യദോഷം. തിന്മയിലും നീ നന്മ മാത്രമേ കാണുന്നുള്ളൂ. അവൾ വിചാരിച്ചത് സാധിക്കാൻ വേണ്ടി മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തിയായാലും അത് നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്വഭാവമുള്ളവളാണവൾ. രണ്ടുപേരും ഒരേ സ്ഥലത്ത് തന്നെ ഒരുമിച്ച് വളർന്നിരുന്നാലും ഇവർ തമ്മിൽ എന്ത് സ്വഭാവ വ്യത്യാസം! ഈ എന്തൊക്കെയായാലും ഈ ഭൂലോകത്തിൽ നല്ലവർക്ക് സ്ഥാനമില്ലെന്ന് പറയാറുണ്ട്. അത് സത്യം തന്നെയാണ്. പതുക്കെ കളിയാ, പതുക്കെ സൂക്ഷിച്ചു അവിടെ ഇരിക്കളയാ. റെസ്റ്റ് എടുത്തു. പിന്നെ എന്തോ ജോലിക്കെന്ന് പറഞ്ഞ് സിറ്റിയിലേക്ക് വന്നിട്ട് ഇപ്പൊ ഒരു വീട് തന്നെ വാടകയ്ക്ക് എടുത്തേക്കുവാണല്ലോ. നമ്മുടെ സ്ഥലമായിരുന്നല്ലോ നല്ലത്. അതായത് നിങ്ങൾ നാട്ടിലെ വീട്ടിലിരുന്ന് ചുമച്ചാലേ അടുത്തുള്ള വീട്ടുകാർക്ക് ആർക്കും കേൾക്കാൻ പറ്റില്ല. അത് ഇവിടെയാണെങ്കിലേ ഈ നാട് മുഴുവൻ കേൾക്കും. ശല്യം സഹിക്കാതെ നാട്ടുകാർ നിങ്ങളെ തീർക്കുമെന്ന് വിചാരിച്ചാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. വീണ്ടും എന്റെ ചുമയെ കുറിച്ചാണല്ലോ പറയുന്നത്. പിന്നല്ലാതെ എന്റെ എന്തോ ആവശ്യത്തിന് വേണ്ടി സിറ്റിയിലേക്ക് കൊണ്ടുവന്ന പോലെയാണല്ലോ നിങ്ങൾ പറയുന്നേ. അതായത് എന്റെ അസുഖം മാറാൻ ഒരു ഡോക്ടറെ കണ്ട് സംസാരിച്ച് മോളോട് പറഞ്ഞതിന് ശേഷം കൂട്ടിക്കൊണ്ടു വന്നാ മതിയായിരുന്നു. ഇപ്പൊ അതിന് മുന്നേ കൊണ്ടുവന്നു. പൈസ കൂടുതലാവില്ലേ? മഹാരാജാവേ, നിങ്ങളുടെ മകള് പറഞ്ഞിട്ടാ നമ്മൾ ഇങ്ങോട്ട് വന്നത്. എന്റെ തല ഇങ്ങനെ തിന്നല്ലേ? അങ്ങനെയാണോ? എന്നിട്ട് എന്തുകൊണ്ടാ എന്നോട് പറയാതിരുന്നത്? മോള് പുതിയ ജോലിക്ക് ജോയിൻ ചെയ്തോ? എന്ത് ജോലിയിലാ ജോയിൻ ചെയ്തത്? കറങ്ങി തിരിഞ്ഞേ നിങ്ങളുടെ ജോലി തന്നെയാ ചെയ്യുന്നേ. എടാ അനിയ ചേച്ചി, നമ്മൾ ഇവിടെ വന്നെന്ന് അവളെ ഫോൺ ചെയ്ത് അറിയിക്കേ. ശരി ചേച്ചി. എടാ, ഹലോ, പറഞ്ഞു. പാർവതി, ഞങ്ങളിവിടെ എത്തി. നിന്റെ അച്ഛന് നിന്നെ കാണണമെന്ന് പറഞ്ഞു. ഒന്നുകൂടെ വരെ വന്നിട്ട് പോ. അതിന് എനിക്ക് ഇവിടുന്ന് അങ്ങനെ പെട്ടെന്ന് ഇറങ്ങി വരാനൊന്നും പറ്റില്ല. ഞാനൊന്ന് നോക്കട്ടെ. നീ ഒരുപാട് മാറിപ്പോയി കേട്ടോ പാർവതി. അച്ഛൻ എന്തെങ്കിലും പറ്റിയെന്നറിഞ്ഞാ ഓടി വന്നോണ്ടിരുന്ന ആളാ. ഇപ്പൊ സമയമൊക്കെ നോക്കി വരാന്ന് പറയുന്നു. ഞാൻ അങ്ങനെ അല്ല പറഞ്ഞത്. പുതിയ ജോലി, അതുമല്ല നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവില്ല. ഫോണൊന്ന് അച്ഛന് കൊടുക്കൂ. ശരി.
മോളെ പാർവതി, എന്റെ സൗകര്യങ്ങളെക്കുറിച്ച് മോൾ ആലോചിച്ച് വിഷമിക്കണ്ട. എന്ത് ചെയ്താലും ഇനി എത്ര നാളാ മോളെ ജീവിക്കുന്നത്? എനിക്ക് വേണ്ടി നീ കഷ്ടപ്പെടുന്നത് തന്നെ എനിക്കിഷ്ടമല്ല. എനിക്ക് കഷ്ടപ്പാടാന്ന് അച്ഛനോട് ആരോ പറഞ്ഞേ? അച്ഛൻ അതിനെ കുറിച്ചൊന്നും ആലോചിക്കണ്ട, ഞാനതൊക്കെ നോക്കിക്കോളാം. അച്ഛൻ ആരോഗ്യത്തോടെ ഇരിക്കണം, എനിക്കത് മതി. എന്റെ ആരോഗ്യത്തിന് എന്താ മോളെ? അച്ഛാ, അച്ഛാ, എന്തു പറ്റി അച്ഛാ? അച്ഛാ, അച്ഛാ. പാർവതി, ഇതാണ് നിന്റെ അച്ഛന്റെ ഇപ്പോഴത്തെ അവസ്ഥ. നിങ്ങൾ അച്ഛന് കറക്റ്റ് സമയത്ത് മരുന്നൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ അല്ലേ? ആ, അതൊക്കെ ചേച്ചി നോക്കുന്നുണ്ട്. ശരി, പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ നോക്ക്. വയ്ക്കട്ടെ? ശരി, ഞാൻ വരാം. ചേച്ചി ഒന്ന് പുറത്തോട്ട് വരും. എന്താടാ? ചേച്ചി ചേച്ചി വിളിച്ച ഉടനെ ഇങ്ങോട്ട് വന്നു എന്നല്ലാതെ വന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എടാ, നമുക്ക് പാർവതി എന്നാലേ സ്വർണ്ണ മുട്ടയിടുന്ന താറാവാ. എന്തോ അവളെ നമുക്ക് കൈവിട്ട് പോകും തോന്നി. അതുകൊണ്ടാ അവളുടെ അടുത്ത് തന്നെ ഉണ്ടാകുന്നതാ നല്ലതെന്ന് വിചാരിച്ചേ. അവള് നമ്മളെ വിട്ടിട്ട് പോകുന്നതിന് മുൻപേ നിന്റെയും അവളുടെയും കല്യാണം നടത്തണം. അങ്ങനെ ആവുമ്പോ പിന്നെ അവൾ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് നമ്മുടെ കാര്യങ്ങൾ നോക്കിക്കോളും. അപ്പോ കല്യാണത്തിന് അളിയൻ സമ്മതിക്കുമെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? അതൊക്കെ സമ്മതിപ്പിക്കാം. ആ കിളവന് ശ്വാസം ഉള്ളിടത്തോളം മാത്രമേ ഉള്ളൂ നമുക്ക് ഈ തടസ്സങ്ങളൊക്കെ. അയാളുടെ ശ്വാസം പോയാൽ പിന്നെ അവള് നമ്മുടെ മുഖത്ത് പോലും നോക്കില്ല. ആ മിലിറ്ററിക്കാരനെ നീ കണ്ടതല്ലേ? നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ആയിട്ട്. അയാൾക്കങ്ങനെ അവളെ ഇഷ്ടപ്പെട്ടാലുണ്ടല്ലോ, നമ്മുടെ കാര്യം പോക്കാം. നീ ഒരു കാര്യം ചെയ്, അവരുടെ രണ്ടുപേരുടെ മേലും എപ്പോഴും ഒരു കണ്ണുണ്ടാവണം. ശരി ചേച്ചി. ലീല, അഞ്ജലിക്ക് ഇഷ്ടമുള്ള രസഗുള ഉണ്ടാക്കിയിരുന്നില്ലേ? അതെടുത്തിട്ടോ. ദാ കൊണ്ടുവരുന്നു മാഡം. പരിപ്പ്, സാമ്പാർ, പച്ചടി, ഇതാ രസം മാഡം. കൊണ്ടുവന്നു. ഓക്കെ. തൈര് എടുത്ത് വെച്ചില്ലേ? അത് ഇമ്പോർട്ടന്റ് ഒന്ന് പറഞ്ഞിരുന്നതല്ലേ? എടുത്തിട്ട് വാ. ഒരു മിനിറ്റ് മാഡം. ഇതാ. മഹേന്ദ്രന് തൈര് കൂട്ടി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ കഴിച്ച പോലെ തോന്നില്ല. അമ്മോ, കല്യാണക്കാര്യത്തെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ, ഇപ്പോഴേ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയ. കല്യാണത്തിന്റെ ഡേറ്റ് തീരുമാനിച്ചാ ആള് പിന്നെ ഭൂമിയിലൊന്നും ആയിരിക്കില്ലല്ലോ. ഒന്ന് ചുമ്മാ ഇരിക്കും. ആ മാഡം, എന്താ മാഡത്തിന് നാണം വരുന്നോ? ഈ കാര്യം പറഞ്ഞപ്പോ മാഡത്തിന്റെ മുഖം തിളങ്ങുന്ന കണ്ടില്ലേ? അപ്പൊ പിന്നെ കല്യാണ ദിവസം എങ്ങനെയായിരിക്കും? സംഭവിച്ചതെല്ലാം വെച്ച് നോക്കുമ്പോ ആ ദിവസം ഒരുപാട് ദൂരെയല്ലെന്നാ തോന്നുന്നത്. എല്ലാം വിചാരിച്ച പോലെ നടക്കുവാണെങ്കിൽ മഹേന്ദ്രൻ എനിക്ക് സ്വന്തമാവും. ഞാൻ ഈ വീടിന്റെ മരുമകളും ആവും. മാഡം തീരുമാനിച്ചത് നടക്കുമല്ലോ. ഇന്നലെ വരെ ഇവിടെ ഉള്ളവർക്ക് മാഡത്തിന് ഇഷ്ടമല്ലായിരുന്നല്ലോ, പക്ഷെ ഒരു ഒറ്റ പ്ലാൻ കൊണ്ട് എല്ലാരും കൈക്കലാക്കിയല്ലോ. ആ ശരി ശരി, മഹേന്ദ്രന് വേണ്ടി ഗുലാബ് ജാമുൻ ഉണ്ടാക്കാൻ പറഞ്ഞിരുന്നില്ലേ? ആ ഉണ്ടാക്കി മാഡം. ശരി, അപ്പൊ എല്ലാം റെഡിയാണല്ലോ അല്ലേ? കുട്ടികളെ എല്ലാവരും വരൂ. ആന്റി, അങ്കിൾ, കുട്ടികളെ കമോൺ കമോൺ, വേഗം വരും. അല്ല, ഇതെന്താ എല്ലാരും ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? ഇരിക്കൂ അങ്കിൾ, ഇരിക്കൂ ആന്റി. കുട്ടികളെ ഇവിടെ നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അഞ്ജലിക്കുട്ടി മോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള രസഗുള ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെന്താ ഇത്രയും ഹാപ്പി ആയിരിക്കുന്നല്ലോ? നിങ്ങൾക്ക് അറിയില്ല, പക്ഷേ നിങ്ങൾ കാരണം ആന്റി മഹേന്ദ്രന്റെ കല്യാണത്തെ കുറിച്ച് ഞങ്ങൾ സംസാരിച്ചില്ലേ? അപ്പോ നിങ്ങളുടെ കണ്ണിൽ ഞാൻ പെടണമല്ലോ. ഞാൻ ഈ വീടിന്റെ മരുമകളായാൽ നന്നായിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നണം. കുട്ടികളെല്ലാം മഹേശ്വരി ബെസ്റ്റ് ആണെന്നും ആ മിസ്സമ്മ വെറും വേസ്റ്റ് ആണെന്നും പറയണ്ടേ? അതിനുവേണ്ടിയാ.